യെസ് വേൾഡിന്റെ പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം. നമ്മുടെ സെമി ഓട്ടോമാറ്റിക് വാഷിംഗ് മെഷീനിന്റെ ടൈമർ നാശായാൽ സ്വന്തമായിട്ട് മാറ്റാൻ കഴിയുന്ന ഒരു വീഡിയോ ആണ്. വീഡിയോ മുഴുവനായിട്ട് കാണുക. നമ്മുടെ വാഷിംഗ് മെഷീൻ സ്വന്തമായിട്ട് നന്നാക്കാൻ ശ്രമിക്കുക. നമ്മുടെ വാഷിംഗ് മെഷീനിന്റെ ടൈമർ കംപ്ലൈന്റ് ആയാൽ നമുക്കത് റിപ്പയർ ചെയ്ത് നന്നാക്കുക എന്നുള്ളത് പ്രായോഗികമല്ല. നമ്മൾ പിന്നെ ചെയ്യാൻ പറ്റുന്ന പുതിയതൊന്ന് വാങ്ങിയിട്ട് ഫിറ്റ് ചെയ്യുക എന്നുള്ളതാണ്. വാഷിംഗ് മെഷീൻ നന്നാക്കുന്നതിന് സെമി ഓട്ടോമാറ്റിക് വാഷിംഗ് മെഷീൻ നന്നാക്കുന്നതിന്റെ വേറെ കുറെ വീഡിയോകൾ കിട്ടുന്നുണ്ട്. അതൊക്കെ കുറച്ച് എളുപ്പമുള്ള വർക്കായിരുന്നു. ഇത് നമുക്ക് വാങ്ങി ഫിറ്റ് ചെയ്താൽ മതി. പക്ഷെ ഇതിൽ നിന്നുള്ള ഈ കണക്ഷൻ വളരെ കൃത്യമായിട്ട് നമുക്ക് നോക്കിയിട്ട് വേണം ചെയ്യാൻ. അപ്പോൾ ഇത് ഇപ്പോൾ ഈ കോലത്തിലാണുള്ളത്. പിന്നെ പ്രശ്നം എന്താ പറ്റി വെച്ചാൽ നമ്മൾ ഓൺ ആക്കി കഴിഞ്ഞാൽ ടൈമർ ഇട്ട് കഴിഞ്ഞാൽ കറണ്ട് പോവുക അല്ലെങ്കിൽ വേറെ മുഴുവനായിട്ട് ചെയ്യണം എന്നുള്ളതാണ് വെച്ചാൽ നമ്മൾ റിട്ടേൺ തിരിച്ചു കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ ഈ ഇതിന്റെ പല്ലിന്റെ ഇത് ചെറിയ ചെറിയ പല്ലുകളാണ്. പല്ല് ഇതിൽ നിന്ന് ഒന്ന് വിട്ടുപോയാൽ ഇതിന്റെ അലൈൻമെന്റ് തെറ്റും. പിന്നെ കൃത്യമായിട്ട് ഇത് വർക്ക് ചെയ്യില്ല. അപ്പോൾ നമ്മൾ ഒരിക്കലും മുമ്പോട്ട് തിരിച്ച സാധനം പിന്നെ നമ്മൾ റിട്ടേൺ തിരിക്കാൻ പാടില്ല. ഓട്ടോമാറ്റിക് ആയിട്ട് ഒന്നെങ്കിൽ കറണ്ട് വരുമ്പോൾ അത് തിരിഞ്ഞു പോകുകയോ അതല്ലെങ്കിൽ താനെ അത് റൊട്ടേറ്റ് ചെയ്ത് തിരിഞ്ഞ് മുഴുവനായിട്ട് തീരുക ചെയ്തോളും. അല്ല നമ്മൾ ഇങ്ങോട്ട് തിരിച്ചു വെച്ച സാധനം ഒരിക്കലും തിരിച്ചിട്ട് ഓഫാക്കി വെക്കുക എന്നുള്ള കണ്ടീഷനിൽ തിരിച്ചു വെക്കരുത്. ഒരു തവണ നമ്മൾ ചെയ്താൽ മതി. ഒറ്റ തവണ ചെയ്താലും പിന്നെ ഇത് ഒരിക്കലും നമുക്ക് നന്നാക്കാൻ കഴിയില്ല. നമ്മൾ പുതിയതൊന്ന് വാങ്ങിയിട്ടുണ്ട്. ഇനിയിപ്പം ഇത് ഫിറ്റ് ചെയ്യുന്നത് എങ്ങനെയാണെന്ന് നോക്കാം. ഇതിന്റെ സ്ക്രൂ തുരുമ്പ് പിടിച്ചിട്ട് നമ്മുടെ സ്ക്രൂ ഡ്രൈവർ അതിന് പിടിക്കുന്നില്ല. അപ്പോൾ നമുക്കതിനൊന്ന് ചെറുങ്ങനെ കട്ട് ചെയ്ത് കൊടുക്കാം. അപ്പോൾ ഇനി നമുക്ക് ചെയ്യാനുള്ളത് ഇതിന്റെ വയറുകളൊന്ന് കൃത്യമായിട്ട് നോക്കണം. ഓരോന്നിന്റെ വയറും നോക്കണം. ഇത് മെഷീൻ പാനസോണിക് ആണ്. ഇതിന്റെ മോട്ടർ കിട്ടിയിട്ടുള്ളത് വേറൊരു കമ്പനീൻ്റെ ആണ്. അപ്പോൾ അത് കറക്റ്റ് സൂട്ടാക്കി നമുക്ക് ഇത് ഊരിയിട്ട് കൊണ്ടുപോയിട്ട് വേണം കറക്റ്റ് നോക്കിയിട്ട് പിന്നെ വാങ്ങിക്കൊണ്ടുവരാൻ. സംഭവം കണ്ടാൽ ഒരേ പോലെ ഉണ്ടാവും. വയറിൽ വ്യത്യാസമുണ്ട്, അതുപോലെ തന്നെ ടൈമിങ്ങിന് വ്യത്യാസമുണ്ട്, അങ്ങനത്തെ വിഷയങ്ങളൊക്കെ വരും. അപ്പോൾ അത് ഊരി കൊണ്ടുപോകുക. ഇനിയിപ്പോൾ നമുക്കിത് ഫിറ്റ് ചെയ്യാനുള്ളത് ഒന്ന് നോക്കിയിട്ട് ഓരോ വയറുകൾ കറക്റ്റ് നോക്കിയിട്ട് വേണം നമുക്ക് ഫിറ്റ് ചെയ്യാൻ. അപ്പോൾ നമുക്കൊന്ന് ശ്രമിച്ച് നോക്കാം, ഒരു ശ്രമം. പിന്നെ ബാക്കിയുള്ള ഇതേപോലെയുള്ള വയറുമായിട്ട് ബന്ധപ്പെട്ട വിഷയങ്ങളല്ലാത്ത കുറേ കാര്യങ്ങളൊക്കെ നമുക്ക് സ്വന്തമായിട്ട് നമുക്ക് ചെയ്യാൻ പറ്റുന്ന വർക്കുകളുണ്ട്. ആ വർക്കുകളൊക്കെ നമുക്ക് തന്നെ സ്വന്തമായിട്ട് വീട്ടിൽ നിന്ന് ചെയ്യാം. അത് ഞാൻ അങ്ങനത്തെ 2-3 വീഡിയോ എൻ്റെ ചാനലിൽ ഞാൻ അപ്ലോഡ് ചെയ്തിട്ടുണ്ട്. അപ്പോൾ അതൊക്കെ ഒന്ന് കയറി കണ്ടാൽ വളരെ ഉപകാരപ്രദമായിട്ടുള്ള വീഡിയോസാണ്. അപ്പോൾ എല്ലാവരും ആ വീഡിയോ ഒക്കെ കാണുക. നിങ്ങൾ സബ്സ്ക്രൈബ് ചെയ്തിട്ടില്ലെങ്കിൽ വീഡിയോ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യാൻ മറക്കരുത്. അതുപോലെ തന്നെ വീഡിയോ മുഴുവനായിട്ട് കാണുക. അപ്പോൾ നമുക്ക് ഇത് ഫിറ്റ് ചെയ്യുന്നത് എങ്ങനെയാണെന്ന് നോക്കാം. ഓരോന്ന് കട്ട് ചെയ്തിട്ട് നമുക്ക് ജോയിൻ ചെയ്യാം. നമ്മൾ സ്വന്തമായിട്ട് ചെയ്യുമ്പോൾ നമ്മൾ അങ്ങനെ ശ്രദ്ധിച്ചാൽ മതി. നമുക്കത് കൃത്യമായിട്ട് നോക്കി ചെയ്താൽ കുഴപ്പമൊന്നുമില്ല. അപ്പോൾ ഈ വയറുകൾ ഓരോന്ന് കട്ട് ചെയ്യുക. എന്നിട്ട് കട്ട് ചെയ്തിട്ട് അതേത് വയറാണോ നോക്കിയിട്ട് അതിലേക്ക് ജോയിന്റ് ചെയ്യുക. അപ്പോൾ ഓക്കെ, അത് 2 ഫിറ്റ് ചെയ്തു. ഇനിയുള്ളത് ചെറിയ വയറാണ്, ബ്ലൂ. ഇതിലുള്ള ഈ ചെറിയ വയർ ഇത് ഏകദേശം ഇവിടെ ഈ ഒരു സ്ഥലത്തേക്കുള്ളതാണ്. അതുകൊണ്ടാണ് ഇതിൽ ചെറുതായിട്ട് കൊടുത്തിട്ടുള്ളത്. പിന്നെ നീളമുള്ള വയർ കുറച്ച് നീളത്തിൽ മഞ്ഞ 2 അതുപോലെ തന്നെ ചെറുത് ഈ നീല ഇത് ചെറുതായിരിക്കും, ഇത് ചെറുതായിരിക്കും. അപ്പോൾ അത് ചെറുതാവാൻ കാരണം ഇതിന്റെ തൊട്ടടുത്ത് തന്നെ നമുക്ക് ഫിറ്റ് ചെയ്യണം എന്നുള്ളതാണ്. അപ്പോൾ അത് നമുക്ക് അങ്ങനെ കണ്ടാൽ ചിലപ്പോൾ മനസ്സിലാവും. അത് നമ്മൾ ഈ പുതിയത് വാങ്ങുമ്പോൾ ഇതിൽ അങ്ങനെയാണ് ഉണ്ടാവുക. ഇത്രയും വയറുകൾ നമ്മൾ കട്ട് ചെയ്ത് കയറ്റിയിട്ടുണ്ട്. ഇനിയിപ്പോൾ ഈ 2 മഞ്ഞ വയർ മാത്രമാണ് നമുക്ക് ഇത് ശരിയാവാനുള്ളത്. ഇത് തിരിഞ്ഞാൽ കുഴപ്പമില്ല എന്നാണ് തോന്നുന്നത്. കാരണം ഇത് തിരിയുന്നതിൻ്റെയാണ്, റൊട്ടേറ്റ് ചെയ്യുന്നതിന്റെ ഓപ്പോസിറ്റ് തിരിയുക. ഒന്ന് ഒരു ഭാഗത്തേക്ക് തിരിയും, പിന്നെ അത് മറ്റൊരു ഭാഗത്തേക്ക് തിരിയുമ്പോൾ അപ്പോൾ അത് എങ്ങനെ ഇട്ടാലും കുഴപ്പമില്ല. അപ്പോൾ നമ്മളതൊക്കെ ഫിറ്റ് ചെയ്ത് കഴിഞ്ഞിട്ടുണ്ട്. ഇനി നമുക്കിത് നന്നായിട്ട് ഇൻസുലേഷൻ ചുറ്റി കൊടുക്കുക. കാരണം നമ്മൾ അതിൻ്റെ ഉള്ളിൽ നിന്ന് വലിഞ്ഞിട്ട് ഷോർട്ട് ആവാതിരിക്കണമെങ്കിൽ, അതുപോലെ തന്നെ ഉള്ളിലേക്ക് വെള്ളം ഇറങ്ങാതിരിക്കണമെങ്കിൽ നമ്മൾ നന്നായിട്ട് ഇതിൻ്റെ ഇൻസുലേഷൻ ചുറ്റി കൊടുക്കണം. കുറച്ച് നീളത്തിൽ തന്നെ ചുറ്റി കൊടുക്കണം. കുറച്ച് നീളത്തിൽ ഇവിടെയാണ് ഇപ്പോൾ ഇതിൻ്റെ കട്ടിങ് ഉള്ളൂ. പക്ഷെ എന്നാലും ഇതിൻ്റെ ചുറ്റും കുറച്ച് നീളത്തിൽ നമ്മൾ നന്നായിട്ട് ഇൻസുലേഷൻ ചുറ്റിയിട്ട് വെള്ളം ഇറങ്ങാത്ത രീതിയിലായി കൊടുക്കണം. നമ്മൾ ഈ വർക്ക് എടുക്കുമ്പോൾ പ്രത്യേകം ശ്രദ്ധിക്കേണ്ടത്, നമ്മൾ ഒരിക്കലും ഇതിന്റെ കണക്ഷൻ വിച്ഛേദിക്കാതെ, നമ്മൾ കറണ്ടിൽ നിന്നുള്ള പ്ലഗ് ഊരാതെ ഇതിന്റെ മുകളിൽ കളിക്കരുത്. കാരണം നമ്മൾ എപ്പോഴും നമുക്ക് ഷോക്ക് വരാനുള്ള സാധ്യത ഉണ്ടതുകൊണ്ട് അത് നമ്മൾ ആദ്യം പ്രത്യേകം ശ്രദ്ധിക്കുക. വർക്ക് എന്തായാലും അയച്ചിരുന്ന സമയത്ത് ഊരിയിടും. പക്ഷെ അറിയാതെ പോലും നമ്മളത് ഊരുന്ന സമയത്ത് ഫസ്റ്റ് നമ്മളത് കറണ്ടിൽ നിന്ന് വിച്ഛേദിക്കുക. എന്നിട്ട് പ്ലഗിൽ നിന്ന് വിച്ഛേദിച്ചതിന് ശേഷം മാത്രം അതിന്റെ വർക്ക് എടുക്കാൻ ശ്രദ്ധിക്കുക. വയറുകളൊക്കെ നമ്മൾ ഫിറ്റ് ചെയ്ത് വെച്ചിട്ടുണ്ട്. അതൊന്ന് കൂട്ടി എല്ലാം കൂടി കൂട്ടി നമുക്കൊന്ന് മൊത്തത്തിലൊരു ശേഷം കൊടുക്കാം. ഫിറ്റ് ചെയ്യാം.
അപ്പോൾ ഇതാ നമ്മൾ അതിൻ്റെ ടൈമർ ഫിറ്റ് ചെയ്ത് കഴിഞ്ഞു. ഇനി നമുക്കിതൊന്ന് ഓൺ ആക്കി നോക്കാം. ഓക്കേ, നമുക്ക് വർക്ക് ചെയ്യുന്നുണ്ട്. ഇത് വളരെ എളുപ്പമുള്ള പരിപാടിയാണ്. അപ്പോൾ അതെല്ലാവരും ഒന്ന് ശ്രമിച്ചു നോക്കാം.